ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്ദു പുറത്തേക്ക് വന്ന സമയത്ത് പൂർണ്ണി അവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നലെ ശാന്തി മുഹൂർത്തത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ട് അതൊക്കെ ശരിയായോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ മറഞ്ഞു നിന്നിട്ട് രാധികയും അതുപോലെ വാസന്തിയും നോക്കി നിൽക്കുകയാണ്. എന്താണ് ഇന്ദുവിൻ്റെ മറുപടി എന്ന് കേൾക്കാൻ വേണ്ടി. കാരണം അപ്പോഴും രാധികയുടെ ഉള്ളിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. ഇന്ദു വെറുതെ അവരെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാണ് ഇന്ദുവും നീലനും ഒന്നായിട്ടില്ല എന്ന്. പക്ഷേ ഇന്ദു ആണെങ്കിൽ അവർ രണ്ടുപേരും ഒളിഞ്ഞു നിൽക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ അവൾ പൂർണ്ണയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ദുവും നീലനും തമ്മിൽ ആദ്യ രാത്രിയിൽ ഭാര്യയും ഭർത്താവുമായി എന്നാണ്. അത് കേട്ട സമയത്ത് പൂർണ്ണി അത് വിശ്വസിച്ചിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷേ അത് കേട്ട സമയത്ത് രാധികയും വാസന്തിയും ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞ അവസ്ഥയായി. രണ്ടുപേരും പരസ്പരം എളിബരായിട്ട് മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അവരവിടെ മാറി നിന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഇന്ദു കാണുന്നുണ്ടായിരുന്നു. ശരി ഏട്ടത്തി, ഞാൻ ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, ഏട്ടത്തി പോയി കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് പൂർണ്ണി ഇങ്ങോട്ടേക്ക് പോരുവാണ്. ആ സമയത്ത് രാധികയാണെങ്കിൽ വിഷമത്തോടെ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇവള് പൂർണ്ണിയുടെ അടുത്തും ഇന്നലെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതുപോലെ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇനി സത്യമായിട്ടും ആദ്യ രാത്രി നടന്നു കാണുമോ? ഇല്ല, ഞാൻ പെട്ടെന്ന് തന്നെ വിശ്വസിക്കേണ്ട. ആദ്യം ഇത് മൊത്തം ഞാനൊന്ന് പഠിക്കണം. രാധിക മനസ്സിലപ്പോഴും കോൺഫിഡൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം രുക്മിണിയുടെ വീട്ടിലാണെങ്കിൽ രാജേശ്വരി പുറത്തു നിന്ന് അകത്തേക്ക് കയറി വന്നിട്ട് രുക്മിണിയോട് പറയുന്നുണ്ട്, ചേച്ചി മീൻകാരൻ്റെ കയ്യിൽ പൈസ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മീൻ വാങ്ങിച്ചതിൻ്റെ. പക്ഷേ ഇത് നോക്ക്, അയാളുടെ കയ്യിൽ 500 ചില്ലറ ഇല്ലയെന്ന് പറയുന്നത്. അതുകൊണ്ട് അയാൾക്ക് ചില്ലറയായിട്ട് തന്നെ കൊടുക്കണമെന്ന്. 350 രൂപ ചില്ലറയായിട്ട് വേണമെന്ന് അയാൾ പറയുന്നത്. ചില്ലറയുണ്ടോ? നീ പോയിട്ട് അടുക്കളയിൽ കടുക് ഭരണി തുറന്നു നോക്ക്, അതിനകത്തുണ്ടാവും. അപ്പോൾ അത് കേട്ടിട്ട് രാജേശ്വരി അടുക്കളയിൽ പോയി നോക്കുവാണ്. പക്ഷേ അതിനകത്തും മുഴുവനായിട്ടുള്ള 350 രൂപ ഉണ്ടായിരുന്നില്ല. ചേച്ചി പറഞ്ഞത് പോരാതെ 3-4 പാത്രം തുറന്നു നോക്കിയപ്പോൾ എല്ലാം കൂടെ ഒരു 150 രൂപയോളം അതിനകത്ത് നിന്ന് കിട്ടി. 10 രൂപയോ 20 രൂപയൊക്കെ ആയിട്ട്. എന്നിട്ട് രുക്മിണിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ചേച്ചി ഇതിനകത്ത് എല്ലാം കൂടെ ഒരു 150 രൂപയേ ഉള്ളൂ, പക്ഷെ അവന് 350 രൂപയാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിക്കുക. അവനോട് ശാലിനിയോടോ അല്ലെങ്കിൽ സൗപർണികയോടോ പറഞ്ഞിട്ട് ഫോണിൽ നിന്നും പൈസ ഇട്ട് കൊടുക്കാം. അയ്യോ ചേച്ചി, അതൊക്കെ ഞാൻ ചോദിച്ചതാ. അയാളുടെ കയ്യിലും നമ്മുടെ കയ്യിലുള്ളതുപോലെ ബട്ടണുള്ള ഫോണാണ്. അയാൾക്ക് കയ്യിൽ തന്നെ പണമായിട്ട് വേണമെന്നാണ് പറഞ്ഞത്. ശരി, അങ്ങനെയാണെങ്കിൽ അർജുൻ കുളിക്കാൻ പോയിട്ടുണ്ട്. അവൻ്റെ പേഴ്സിൽ എന്തെങ്കിലും പൈസ ഉണ്ടോ നോക്കാം, വാ. രണ്ടുപേരും കൂടി അർജുൻ്റെ മുറിയിലേക്ക് പോയിട്ട് അവൻ്റെ ഡ്രസ്സുകളൊക്കെ വാങ്ങി മാറ്റി നോക്കുവാണ് പേഴ്സിന് വേണ്ടിയിട്ട്. അവസാനം പാൻറ്റിൽ നിന്നും പേഴ്സ് കിട്ടി. പക്ഷെ അതിനകത്തും 2 50ൻ്റെ നോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി രാജേശ്വരി ചോദിച്ചപ്പോൾ ഇന്നാ ഇത് പിടിക്ക് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുവാണ്. അവൻ്റെ ബാഗിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് നോക്കുവാണ്. പക്ഷെ അതിനകത്ത് നിന്നും ഒന്നും കിട്ടുന്നില്ല. ബാഗ് തിരിച്ച് വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, അലമാരക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പക്ഷേ ബാഗ് വെക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് എന്തോ ശബ്ദം കേൾക്കുകയാണ്. അത് രണ്ടുപേരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജേശ്വരിയുടെ ആയിട്ട് രുക്മിണി പറയുന്നുണ്ട്, എന്താടി ബാഗിൽ നിന്നും എന്തോ ബോട്ടിലിൻ്റെ ശബ്ദം പോലെ കേൾക്കുന്നത്? അതേ ചേച്ചി, ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും രുക്മിണി ബാഗ് എടുത്ത് തുറന്നു നോക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഫുള്ളായിട്ടുള്ളൊരു ബ്രാൻഡിയുടെ ബോട്ടിലാണ് കിട്ടുന്നത്. അത് കിട്ടിയ സമയത്ത് രുക്മിണി ശരിക്കും അന്താളിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് കയ്യിൽ പിടിച്ചിട്ട് അവരിങ്ങനെ ബോധമില്ലാത്ത പോലെ നിൽക്കുകയാണ്. രാജേശ്വരി അത് വാങ്ങി നോക്കിയിട്ട് പറയാണ്, ചേച്ചി ചേച്ചി എന്താ ഇത് ബ്രാൻഡി ബോട്ടിലല്ലേ? രുക്മിണി അത് കേട്ടപ്പോൾ വീണ്ടും ബാഗിനകത്ത് കൈയിട്ട് നോക്കുവാണ്. അപ്പോൾ ഒരു വലിയൊരു കവറ് പോലെ ഒന്നാണ് ആദ്യം അവർക്ക് കിട്ടിയത്. അത് പുറത്തെടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്തൊരു സ്വർണത്തിൻ്റെ മാലയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാജേശ്വരിയാണ് അത് പറയുന്നത്, ചേച്ചി ചേച്ചി ഇത് സ്വർണത്തിൻ്റെ മാല പോലെ ഉണ്ടല്ലോ. അത് ശരി തന്നെയായിരുന്നു. രുക്മിണി ആ ചെയിന് പൊന്തിച്ച് നോക്കുന്ന സമയത്ത് അതൊരു വലിയ മാലയായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല, അത് പൊട്ടിച്ചത് രൂപത്തിലാണുള്ളത്. അതായത് ആരുടെയെങ്കിലും കഴുത്തിൽ നിന്നും വലിച്ച് പൊട്ടിച്ചതുപോലെ. അപ്പോൾ രണ്ടുപേരും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം അവർ രണ്ടുപേരും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. കയ്യിലുണ്ടായിരുന്ന ബ്രാൻഡി ബോട്ടിലും മറ്റേ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചെയിനും ഇങ്ങനെ നോക്കിക്കൊണ്ട് രുക്മിണി സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇത് ബ്രാൻഡി ബോട്ടിലാണ്, ഇത് സ്വർണവും. ഇത് രണ്ടും ഇവൻ്റെ കയ്യിൽ എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? അർജുൻ എപ്പോൾ തൊട്ടായിരിക്കും മദ്യപിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക? രുക്മിണിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അതേസമയം ഇന്ദു ആണെങ്കിൽ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയാണ്. അവളുടെ കയ്യിൽ അവളുടെ കാക്കി യൂണിഫോം ഉണ്ടായിരുന്നു. അവൾക്ക് വല്ലാത്ത സന്തോഷവും സങ്കടവും ഒരേ സമയത്ത് വരികയാണ്. കാക്കി അണിയാൻ കിട്ടിയതിലുള്ള ആ ഒരു സന്തോഷവും അതേസമയം അനന്തുവിനെ ഓർത്തുകൊണ്ടുള്ളൊരു വിഷമവും. അവൾ കണ്ണാടിക്ക് മുമ്പിൽ തന്നെ ഒരുപാട് സമയം നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നിയമോളാണെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണി. അപ്പോൾ പൂർണ്ണിയോട് അവൾ ചോദിക്കുന്നുണ്ട്, ഇന്ദു അമ്മയാണോ ഇന്ന് എന്നെ സ്കൂളിൽ കൊണ്ട് വിടാൻ പോകുന്നത്? അതേടാ നീയക്കുട്ടി.
നിനക്ക് നിന്റെ ഇന്ദു അമ്മയുടെ കൂടെ ജോളിയായിട്ട് പോവാം. അപ്പോഴേക്കും ഇന്ദു പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിയമോൾ സ്കൂളിലേക്ക് പോവാം. ആ അമ്മ പോവാം, എല്ലാം എടുത്തു വെച്ചില്ലേ, വാ സ്കൂളിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദു നിയമോളെയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുവാണ്. മുത്തശ്ശിക്ക് ബായിയൊക്കെ പറഞ്ഞിട്ടാണ് നിയമോൾ ഇറങ്ങുന്നത്. ആ സമയത്ത് ഇന്ദുവിനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ നിന്ന് വാസന്തി വിളിക്കുകയാണ്, നിൽക്കടി. അത് കേട്ടിട്ട് ഇന്ദു തിരിഞ്ഞു നോക്കുവാണ്. അപ്പോഴേക്കും നീലനും ടെക്ലീസും പുറത്തു നിന്ന് കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വാസന്തിയാണെങ്കിൽ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത് ഇന്ദുവിനോട്. കാക്കി യൂണിഫോം ഇട്ടിട്ട് എങ്ങോട്ടേക്കാടി പോകുന്നത്? പെട്ടെന്ന് വാസന്തി അങ്ങനെ ചോദിച്ചപ്പോൾ മറുപടിയൊന്നും ഇല്ലാതെ നിൽക്കുവാണ് ഇന്ദു. അതുപോലെ തന്നെ അമ്മമ്മയുടെ ശബ്ദത്തിലെ പേടിപ്പിക്കുന്ന ശബ്ദം കേട്ടിട്ട് പേടിച്ച് നിൽക്കുവാണ് നിയമോള്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് നീലനാണ് സംസാരിക്കുന്നത്. അമ്മ, അവൾ ഇതുവരെ ഓട്ടോ ആണല്ലോ ഓടിച്ചുകൊണ്ടിരുന്നത്. നിയമോളെ സ്കൂളിൽ വിട്ടിട്ട് അവൾ സവാരിക്ക് പോവും. ഇങ്ങോട്ട് നോക്കുമോനെ, ഇവൾ ഓട്ടോ ഓടിച്ചിട്ട് സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് ജീവിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അത് കേട്ട് ആകെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ഇന്ദു. ഇന്ദുവിൻ്റെ ആ ഒരു വിഷമം കണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് പായസവും അതുപോലെ രാധികയും. അപ്പോൾ വാസന്തി നീലനോട് പറയുന്നുണ്ട്, എന്തോ കഷ്ടകാലം കൊണ്ട് ഈ വീടിൻ്റെ മരുമകളായിട്ട് ഇവൾ വന്നു. അതുകൊണ്ട് അവൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ ഈ വീട്ടിലുള്ള ഒരു നീതിപ്രകാരം വേണം അവളും ജീവിക്കാൻ. അങ്ങനെയുള്ളപ്പോൾ ഇവൾ ഓട്ടോ ഓടിക്കുന്നത് എന്നെക്കൊണ്ട് സാധിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അത് കേട്ട് രാധികയ്ക്ക് നല്ല സന്തോഷം വരികയാണ്. ഇന്ദു ആകെ ഡെസ്പടിച്ച് നിന്നപ്പോൾ നീലൻ ചോദിക്കുന്നുണ്ട്, അതെന്തുകൊണ്ടാ? ഇവൾ ഓട്ടോ ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല, അത്രയേ ഉള്ളൂ. കല്യാണം കഴിച്ചു വന്നവള് വീട്ടുകാര്യങ്ങളും നോക്കി വീട്ടിലിരിക്കുകയല്ലേ വേണ്ടത്. ഇനി അവൾക്ക് ജോലി ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ജോലികളുണ്ട്? തയ്യൽ ചെയ്യാം, അതുപോലെ പാചക കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം. അതൊക്കെ ഒഴിവാക്കി വീട്ടിൽ നിന്നും കാക്കി ഷർട്ട് വിട്ട് ഇറങ്ങിപ്പോയിട്ട് ഓട്ടോ ഓടിക്കുന്നതൊന്നും നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സിന് ചേരില്ല മോനെ. ഇവൾ ഓട്ടോ ഓടിക്കാൻ പാടില്ല, എനിക്കത്രയേ പറയാനുള്ളൂ. അത് കേട്ട് നീലൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്ദു വല്ലാതെ വിഷമത്തോടെ നിൽക്കുവാണ്. അപ്പോൾ തിരിച്ച് നീലൻ അമ്മയോടാണ് തിരിച്ച് പ്രതികരിക്കുന്നത്, അവൾ ഓട്ടോ ഓടിക്കും അമ്മ. നീലൻ്റെ ആ മറുപടി കേട്ടിട്ട് വാസന്തി ആകെ ഷോക്കായി പോയിരിക്കുകയാണ്. കാരണം നീലൻ മറുത്തുകൊണ്ടാണ് അവരോട് സംസാരിക്കുന്നത്. അവൻ അമ്മയുടെ മുഖത്ത് നോക്കി അങ്ങനെ കഠിനമായി സംസാരിക്കുന്ന രാധികയും പായസം ഒന്നും ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഷോക്കിലാണ് അവരൊക്കെ നിൽക്കുന്നത്. പക്ഷേ ടെക്ലേസിന് അത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അതുപോലെ തന്നെ പൂർണിക്കും. പക്ഷെ ഇന്ദു വിശ്വസിക്കാനാവാതെ നീലനെ നോക്കുന്നുണ്ട്, കാരണം അവൾക്ക് അതിശയാവുകയാണ്. അപ്പോൾ നീലൻ അമ്മയോട് പറയാണ്, ഇതിനു മുമ്പും അവൾ ഓട്ടോ ഓടിച്ചിട്ട് തന്നെയല്ലേ ജീവിച്ചത്, ഇനി അങ്ങോട്ടും അവൾ ഓട്ടോ ഓടിക്കുക തന്നെ ചെയ്യും, അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. അത് കേട്ടപ്പോൾ ദേഷ്യത്തോടെ അമ്മ വിളിക്കുകയാണ്, നീല അമ്മ, കല്യാണം കഴിഞ്ഞ പെണ്ണായാലും കല്യാണം കഴിയാത്ത പെണ്ണായാലും ശരി, സമ്പാദിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, ആരുടെയും തണലിലല്ലാതെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണം എന്ന് പഠിപ്പിച്ച നാടാണ് അമ്മ ഇത്. വീട്ടിൽ വന്ന മരുമകളോട് പുറത്തുപോയി ജോലി ചെയ്യരുത് എന്ന് പറയുന്നത് തന്നെ വലിയ തെറ്റാണമ്മ. ഇന്ദുവിൻ്റെ ധൈര്യത്തെയും അവളുടെ അവകാശത്തെയും നിങ്ങൾ ചോദ്യം ചെയ്യാനോ തടയാനോ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഡാ, ഇത് എൻ്റെ വീടാണടാ. അമ്മ, ഇത് വേണമെങ്കിൽ അമ്മയുടെ വീടായിരിക്കാം, പക്ഷേ ഇത് എൻ്റെയും ഇന്ദുവിൻ്റെയും ഉള്ളിലുള്ള വിഷയമാണ്, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അകത്തുള്ള വിഷയം. ഓ, അത്രയ്ക്കാണോ? അതെ, ഇന്ദു ജോലിക്ക് പോണോ വേണ്ടയോ എന്ന്, ഓട്ടോ ഓടിക്കാൻ പോണോ വേണ്ടയോ എന്ന് അത് ഞങ്ങൾ രണ്ടുപേരുമാണ് തീരുമാനിക്കേണ്ടത്. എന്നിട്ട് രാധികയെ നോക്കിക്കൊണ്ട് നീലം പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ കയറി അഭിപ്രായം പറയുന്നത് അത്ര നല്ലതല്ല അമ്മ. ഇന്ദു ഓട്ടോ ഓടിക്കാൻ പോകുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നിട്ട് അവൻ ഇന്ദുവിനോട് പറയാണ്, ഇന്ദു, താൻ സാധാരണയായി ചെയ്യുന്നത് പോലെ നിയമോളെ സ്കൂളിൽ വിട്ടിട്ട് ഓട്ടോ ഓടിക്കാൻ പോയിക്കോ. ഇന്ദു അമ്മയോടുള്ള ആ ഒരു ബഹുമാനം കൊണ്ട് ചെറിയൊരു ഭയത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ നീലൻ ധൈര്യം പകർന്നുകൊണ്ട് പറയുന്നുണ്ട്, പൊയ്ക്കോ ഇന്ദു. ഇന്ദു അമ്മയെ നോക്കുന്ന സമയത്ത് നിയമോളെ മുത്തശ്ശിയോട് പറയാണ്, മുത്തശ്ശി, വന്ന് എനിക്കിപ്പോൾ മുത്തശ്ശിയുടെ സ്വഭാവം തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിയമോളുടെ സംസാരം കേട്ടപ്പോൾ വാസന്തി ഒന്ന് അതിശയിച്ചു പോയി. പക്ഷെ രാധികയ്ക്കും പായസത്തിനും ദേഷ്യം വരുന്നുണ്ട്, ഈ കുട്ടിപ്പിശാച് എന്തിനാ ഇതിനകത്ത് കയറുന്നതെന്ന് കരുതിയിട്ട്. അപ്പോൾ നിയമോള് പറയാണ്, വന്ന് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും മുത്തശ്ശി വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പൊയ്ക്കോ മുത്തശ്ശി. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, നിയമോളെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നിങ്ങൾ വാ ഇന്ദു അമ്മ, നമുക്ക് പോവാം എന്നും പറഞ്ഞ് ഇന്ദുവിൻ്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് നിയമോൾ പുറത്തേക്ക് പോവാണ്. അതുപോലെ തന്നെ അവർക്കൊപ്പം നീലനും പോകുന്നുണ്ട്. അവർക്ക് പിന്നാലെ പൂർണിയും പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഡെക്ലേസ് വാസന്തിയോട് പറയുന്നുണ്ട്, ചേച്ചി, ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഓരോരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കുട്ടിക്ക് വരെ മനസ്സിലായി കഴിഞ്ഞു. എന്തിനാ ചേച്ചി ഇങ്ങനെ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതും പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് രാധിക വീണ്ടും മൂപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അമ്മായി, ഇത്രയും കാലം വാസന്തി നിലയമായിരുന്ന ഈ വീട് ഇനി അങ്ങോട്ട് ഇന്ദു നിലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ടാണ് ഇപ്പോൾ വന്ന് വന്ന് അമ്മായിയുടെ സംസാരത്തിന് ആരും ഒരു വിലയും കൽപ്പിക്കാത്തത്. അത് കേട്ട് വാസന്തി ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. പായസവും പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതൊന്നും അത്ര ശരിയല്ല, ശ്രദ്ധിച്ചോ. അർജുൻ പുറത്തേക്ക് പോവാൻ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. അമ്മ ഞാൻ പോട്ടെ അമ്മ എന്ന് ചോദിക്കുന്ന സമയത്ത് രുക്മിണി അവിടെ ഹാളിൽ ഇരിക്കുന്നുണ്ട്. അവർ നല്ല ദേഷ്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അർജുൻ യാത്ര പറഞ്ഞ സമയത്ത് അവർ പറയാണ്, നിൽക്കവിടെ. അവനവിടെ നിന്ന സമയത്ത് അവർ തൻ്റെ മടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന, അർജുൻ കാണാതെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബിയർ ബോട്ടിൽ എടുത്തിട്ട്, ബ്രാൻഡി ബോട്ടിൽ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ടേബിളിൽ വെക്കുകയാണ്. അത് കണ്ട സമയത്ത് അവൻ ശരിക്കും ഒന്ന് പതറിപ്പോയിട്ടുണ്ടായിരുന്നു. അവൻ തൻ്റെ ബാഗിലുണ്ടായിരുന്ന ആ ഒരു ബോട്ടിലാണല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ പതറിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അകത്ത് നിന്ന് രാജേശ്വരിയും വന്നിട്ടുണ്ട്. അപ്പോൾ രുക്മിണിയാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് കൈ ഇങ്ങനെ നിവർത്തിയിട്ട് ആ ഒരു ചെയിനും കൂടെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത്തവണ അർജുൻ ശരിക്കും പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്, മറുപടി പോലും ഇല്ലാതെ. അപ്പോൾ രുക്മിണി പറയുന്നുണ്ട്, മീൻ വാങ്ങിയിട്ട് ചില്ലറ ഇല്ലാത്തത് കൊണ്ട് നിൻ്റെ ബാഗിലോ പേഴ്സിലോ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെയാണ് നിൻ്റെ ബാഗ് എടുത്ത് നോക്കിയത്, അതിൽ നിന്ന് കിട്ടിയതേ ഇത്. ബാഗിൽ നിന്നും ചില്ലറ പണമൊന്നും കിട്ടിയില്ലെങ്കിലും ബാഗിൽ നിന്നും കിട്ടിയതാണ് ഈ ബ്രാൻഡി ബോട്ടിലും അതുപോലെ ഈ ഒരു ചെയിനും. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? മറുപടി പറയാനാവാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് അർജുൻ. അപ്പോൾ അവർ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഈ ഒരു ശീലം നിനക്ക് എപ്പം മുതൽ തുടങ്ങിയതാ? ഈ ചെയിൻ കാണുമ്പോൾ തന്നെ ഇത് സ്വർണത്തിൻ്റെ ചെയിനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത് ആരുടെ ചെയിനാണ്? അർജുൻ മറുപടി ഒന്നും പറയാനാവാതെ പേടിച്ച് പതറിക്കൊണ്ട് നിൽക്കുകയാണ്. നിന്നോടാണ് ചോദിക്കുന്നത്. രുക്മിണിയുടെ ശബ്ദം അവനെ ഞെട്ടിക്കുന്നതായിരുന്നു. അമ്മയെ പേടിച്ച് നിൽക്കുകയാണ് അർജുൻ മറുപടി ഒന്നും പറയാതെ. നിന്നോടാ ചോദിച്ചത്, ഇതെന്ത് പഴക്കാണ്? എൻ്റെ മോൻ വളരെ നല്ല മോനാണ്. എൻ്റെ മോന് ഒരു ദുശ്ശീലവും ഇല്ല. മറ്റുള്ള മക്കളെ പോലെയല്ല എൻ്റെ മകനെന്നും നല്ല വ്യക്തിത്വത്തിനുടമയാണെന്നും എല്ലാവരോടും നന്നായിട്ട് ഇടപഴകാൻ അറിയുന്നവരാണെന്നും ജീവിക്കാൻ നന്നായിട്ട് അറിയാവുന്നവരാണെന്നൊക്കെ നിന്നെക്കുറിച്ച് എല്ലാവരോടും വീമ്പ് പറഞ്ഞ് നടക്കുമായിരുന്നു ഞാൻ. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ബ്രാൻഡി ബോട്ടിൽ ചെയിന് എത്ര കാലമായി നിനക്ക് മദ്യപിക്കാനുള്ള ശീലം തുടങ്ങിയിട്ട്? അർജുൻ ശരിക്കും പേടിച്ചിട്ട് അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞ് മറുപടി പറയാനാവാതെ നിൽക്കുവാണ്. എന്തു തന്നെയായാലും അവൻ തെറ്റ് ചെയ്തൊരു ഭാവത്തിലാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ രാജേശ്വരി ആണെങ്കിൽ അവനെ തല്ലിക്കൊണ്ട് പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? നിൻ്റെ അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും എത്രത്തോളം നിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല ചെറിയമ്മ, ഞാനല്ല. എന്നിട്ട് അവർ കരഞ്ഞുകൊണ്ട് പറയാണ്, ഇന്ദു ഒരാൾ മെനക്കെട്ടത് കൊണ്ടാണ് ഈ കുടുംബം ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത്. അവൾക്ക് ശേഷം ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ടത് നീയല്ലേടാ. നീ ഈ കുടുംബം ഇനി അങ്ങോട്ട് നന്നായിട്ട് നോക്കുന്നു ഞങ്ങൾ എല്ലാവരും കരുതിയടാ. അവരിങ്ങനെ സങ്കടത്തോടെ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ രുക്മിണി ദേഷ്യത്തോടെ മകനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എന്നാൽ ഞങ്ങൾ വിചാരിച്ചതൊന്നും അല്ലാതെ നിനക്ക് തോന്നിയതുപോലെ എന്തൊക്കെയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? രാജേശ്വരി അർജുനെ കുലുക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, പറ പറ, എത്ര കാലമായി നിനക്ക് ഈ ഒരു ശീലമൊക്കെ തുടങ്ങിയിട്ട്? നിന്നോടാ ചോദിക്കുന്നത്, പറയടാ, ആരുടെ കൂടെ ചേർന്നിട്ടാണ് നീ ഇതൊക്കെ പഠിച്ചത്? എപ്പോൾ തൊട്ടാണ് നിനക്ക് ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ തുടങ്ങിയത്? അർജുൻ ഒന്നിനും മറുപടി പറയാനാവാതെ അമ്മയുടെ തീക്ഷ്ണമായ നോട്ടം സഹിക്കാനാവാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. അവസാനം അവൻ കുമ്പസാരം പോലെ പറയുന്നുണ്ട്, അമ്മ ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാം അമ്മ. ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് എൻ്റെ ബോട്ടിലല്ല അമ്മ. ഇത് ഞാൻ കുടിക്കാൻ വേണ്ടി വെച്ചതല്ല. മകൻ പറയുന്നത് വിശ്വസിക്കണോ വേണ്ടയോ എന്നറിയാത്തൊരവസ്ഥയിലാണ് രുക്മിണി നിൽക്കുന്നത്. അതുപോലെ രാജേശ്വരിയും. അപ്പോൾ അർജുൻ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മുത്തശ്ശൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മരണത്തിന് പോയത് ഓർമ്മയില്ലേ? പോയ സ്ഥലത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കൊപ്പം ചേർന്നിട്ട് ഒരുപാട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. കുടിച്ചിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ് പറഞ്ഞത്, മദ്യം ഉള്ളിടത്തോളം അദ്ദേഹം കുടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഒരു ബോട്ടിലെടുത്ത് നിൻ്റെ ബാഗിൽ വെക്കണമെന്നും അദ്ദേഹത്തിന് ബോധം വന്നതിന് ശേഷം ഈ മദ്യക്കുപ്പീനെ തിരിച്ചു കൊടുക്കാമെന്നും. പിന്നീട് ഞാൻ നിൻ്റെ ബാഗിൽ നിന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവരാണ് എൻ്റെ ബാഗിൽ വെച്ചതമ്മ. അങ്ങനെയാണ് ആ മദ്യക്കുപ്പി എൻ്റെ ബാഗിൽ വന്നത്. അല്ലാതെ സത്യമായിട്ട് ഇതുവരെ ഞാൻ കുടിച്ചിട്ടില്ലമ്മ. ഇത് എൻ്റെ അമ്മയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അവൻ രുക്മിണിയുടെ തലയ്ക്ക് മുകളിൽ കൈവെക്കുവാണ്. തലയ്ക്ക് മുകളിലായിട്ട് കൈ വന്നിട്ടില്ലെങ്കിലും തലയ്ക്ക് മുകളിൽ വെക്കുന്ന രീതിയിലാണ് അവൻ ആ കൈ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് രാജേശ്വരി പറയുന്നുണ്ട്, ചേച്ചി ഞാൻ പറഞ്ഞിട്ടില്ലേ ചേച്ചി, നമ്മുടെ അർജുൻ ഇങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ചേച്ചിയല്ലേ പറഞ്ഞത്. അർജുൻ്റെ ആ ഒരു സത്യം കേൾക്കുന്ന സമയത്ത് രാജേശ്വരി സന്തോഷത്തോടെ പറയാണ്. പക്ഷേ രുക്മിണി അപ്പോഴും ആ ഒരു തീക്ഷ്ണമായ നോട്ടത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അർജുൻ പറയുന്ന സമയത്ത് മുഴുവൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണിക്കുന്നത് അവൻ മദ്യപിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതുമായ അവൻ്റെ എല്ലാ ദുശീലങ്ങളുമാണ്. അതുമാത്രമല്ല,
ഇത്രയും വലിയൊരു കള്ളം ചെയ്തിട്ട് അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നതിൻ്റെ അവൻ്റെ മുഖവും മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാജേശ്വരി ആണെങ്കിൽ അർജുന് വേണ്ടി വാദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചേച്ചിയാണ് ഞാൻ എത്ര പറഞ്ഞിട്ടും ഇതല്ല അർജുനല്ല ചെയ്തത് എന്ന് വിശ്വസിക്കാതെ എല്ലാ തെറ്റും അർജുൻ്റെ മേൽ വെക്കാൻ വേണ്ടി ശ്രമിച്ചത്. നോക്ക്, നമ്മുടെ മോനെ അങ്ങനെയൊന്നും തെറ്റൊന്നും ചെയ്യില്ല. അത് കേട്ടപ്പോൾ അർജുനും പറയുന്നുണ്ട്, അതെ അമ്മ. അർജുനാണെങ്കിൽ അമ്മയുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം മുഖത്ത് ആ ഒരു നിഷ്കളങ്ക ഭാവം വരുത്തുന്നുണ്ട്. അതുമാത്രമല്ല അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിലാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ അത്രയൊക്കെ ആയിട്ടും രുക്മിണിയുടെ മുഖത്ത് ആ ഒരു ഭാവം മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ആ ഒരു ദേഷ്യത്തോടു കൂടി തന്നെയാണ് ബാക്കിയും സംസാരിക്കുന്നത്. അതൊക്കെ ഇരിക്കട്ടെ, പക്ഷേ ഇതാരുടെ ചെയിനാണ്? അവർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെയിൻ ഉയർത്തിയിട്ട് അർജുന് നേരെ കാണിച്ചു കൊടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അറിയാതെ കുഴങ്ങി നിൽക്കുകയാണ് അർജുൻ. മാത്രമല്ല അമ്മയുടെ നോട്ടവും വീണ്ടും പെട്ടെന്നുള്ള ശക്തിയുള്ള ചോദ്യവും അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നതായിരുന്നു. നിന്നോടാ ചോദിച്ചത് ഇതാരുടേതാണെന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ നാവിൻ്റെ തുമ്പിൽ വന്ന മറ്റൊരു കള്ളം പറയാണ്, അമ്മ ഇതെൻ്റെ കൂട്ടുകാരനില്ലേ അഭിഷേക്, അവൻ്റെ പെങ്ങൾ കവിതയുടെ ചെയിനാണ് അമ്മ ഇത്. അറിയാവുന്ന എവിടെയെങ്കിലും ഇത് പണയം വെച്ചിട്ട് പണം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കവിത ചേച്ചി തന്നതാണമ്മ. വളരെ നിഷ്കളങ്കമായിട്ടാണ് അർജുൻ സംസാരിക്കുന്നത്. അത് കേട്ടതും രുക്മിണിയുടെ മുഖത്തും ചെറിയൊരു ഭാവഭേദം ഉണ്ടാവുകയാണ്. സത്യമായിരിക്കും അർജുൻ പറയുന്നത് എന്ന് കരുതിയിട്ട്. അർജുൻ രാജേശ്വരി നോക്കുന്ന സമയത്ത് അവർ മൊത്തമായിട്ട് ഫ്ലാറ്റ് ആയിട്ടുണ്ടായിരുന്നു. അർജുൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ വിശ്വസിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിലുണ്ടായ ഈ മാല കളഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ വെച്ചോളാൻ അവർ തന്നെയാണ് പറഞ്ഞത്. അർജുൻ നിസ്സഹായതയോടെ പറയാണ്. അമ്മയ്ക്ക് താൻ പറഞ്ഞത് വിശ്വാസമായിട്ടില്ല എന്ന് കരുതിയിട്ട് അർജുൻ വീണ്ടും വീണ്ടും സത്യം ചെയ്യാണ്. സത്യമാണമ്മ, സത്യമാണ്. പക്ഷേ ഇപ്പോഴും മകൻ പറയുന്നതിൽ സത്യമാണോ കള്ളാണോ എന്നറിയാത്തൊരു കൺഫ്യൂഷനിലാണ് രുക്മിണി നിൽക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.